രാവിലെ എഡിൻ്റെ പല്ല് തേപ്പിച്ച് ചെറുതായി മേലും തുടച്ചെടുത്തു. ഹോ വയ്യ, നടു ഒടിഞ്ഞു, സൂസൻ സങ്കടത്തിൽ പറഞ്ഞു. ആരോ വരുന്നുണ്ട് എന്ന് മനസ്സിലായതും അവൻ വാതിൽ ഭാഗത്തേക്ക് നോക്കി. അരുണയാവും. ഞാൻ ഇന്നലെ വന്നതാ, ഇതേവരെ എന്നെ കാണാൻ പോലും തോന്നുന്നില്ലേ? ഇനി അവൾ ഇവിടെ ഇല്ലേ? ആരോട് ചോദിച്ചാലാ അറിയാൻ കഴിയുക? ഏട്ടത്തി, മോനുള്ള ഫുഡാണ്. ഓ എനിക്ക് വയ്യ, നീ ഒന്ന് വാരി കൊടുക്ക് മേരി. വിശന്നിട്ട് ശരീരം തളരുക. മേരിക്കുട്ടി എഡിന് അടുത്തിരുന്നു. നൂലപ്പം വെജ് സ്റ്റൂവിൽ ചേർത്ത് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഇടയ്ക്ക് അവൻ മുഖം ചുളുക്കി. നല്ല വേദനയുണ്ട് അല്ലേ മക്കളെ? ഇവിടെ മറ്റാരും ഇല്ലേ ആൻറ്റി? ആരെയും കാണുന്നില്ല. നാൻസിയും ജാസ്മിനും നിഷയും കോളേജിൽ പോകാൻ ഒരുങ്ങുക. പിന്നെ ഡെന്നി മുംബൈക്ക് പോയി. അരുണമോള് ഇന്നലെ രാവിലെ പോയതാ. ഹോസ്പിറ്റലിൽ തിരക്കാവും, ഇന്ന് വരും. അവൻ്റെ വായ കഴുകിച്ച് ബെഡിലേക്ക് ചായച്ച് കിടത്തി. മക്കള് കിടന്നോ? എല്ലാം ശരിയാകും. എൻ്റെ മേരി, അങ്ങനെ പറയല്ലേ. സ്വഭാവം നന്നായാലേ എല്ലാം നേരെയാകൂ. ഇല്ലേൽ തട്ടു വാങ്ങിക്കൂട്ടാനേ നേരം കാണും. വല്യമ്മച്ചി അവനെ രൂക്ഷമായി നോക്കി. അമ്മച്ചി, നീ പൊയ്ക്കോ മേരി, ഇവനെ ഒന്ന് ഗുണദോഷിച്ച് നോക്കട്ടെ. എൻ്റെ മകളുടെ സന്തതി ആയതുകൊണ്ട് ഞാൻ തോറ്റുപോകാനാ സാധ്യത. മേരി അപ്പോൾ തന്നെ പോയി. നിനക്ക് നിഷാനിയെ കെട്ടാൻ ആഗ്രഹമുണ്ട് അല്ലേടാ ചക്ക? അവൻ്റെ കണ്ണുകൾ തിളങ്ങി. വല്യമ്മച്ചി ഇഷ്ടക്കേടോടെ അവനെ ആകെ മൊത്തം നോക്കി. കൈ വീശി കരണം നോക്കി ഒരടി കൊടുത്തു. വല്യമ്മച്ചി, ഇതൊരെണ്ണമെങ്കിലും തന്നില്ലേൽ അങ്ങ് സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ കെട്ടിയോൻ സഹിക്കുകയില്ല. സൗന്ദര്യം കണ്ട് മോഹം തോന്നി അല്ലേടാ? എൻ്റെ കൊച്ചിനെ നീ അറിയാൻ വൈകിപ്പോയി. കിടപ്പാകുന്നതിന് മുന്നേ ആയിരുന്നേൽ നിന്നെ ഞാൻ മേലേക്ക് അയച്ചേനെ. ത്രേസ്യാമ്മ ദേഷ്യത്തിൽ വിറച്ചു. അവൻ കണ്ണുകൾ പെട്ടെന്ന് അടച്ചു. ഇനി അവളെ കെട്ടാൻ ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞാൽ ഇതെല്ലാവരും അറിയും. എൻ്റെ കൊച്ചുമോൻ നാറും. അതുകൊണ്ട് ആര് ചോദിച്ചാലും നിഷാനിയെ നിനക്ക് വേണ്ട. അങ്ങനെ നിന്റെ വായിൽ നിന്ന് വരാവൂ, കേട്ടല്ലോ? അവൻ മൂളി. അയ്യോ! ഉറക്കെയുള്ള നിലവിളി. എന്തോ വലിയ ശബ്ദവും കേൾക്കുന്നുണ്ട്. എല്ലാവരും ഹാളിലേക്ക് ഓടി വന്നു. നാൻസിയും ജാസ്മിനും സ്റ്റെയറിന് മേലെ നിന്നും ഉരുണ്ടു മറിഞ്ഞ് താഴെ വന്ന് പതിച്ചു. അയ്യോ മക്കളെ! മേരിക്കുട്ടിയും നീരജയും ഓടി വന്ന് അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അയ്യോ, നടുപോയി. രണ്ടും ഉറക്കെ കരഞ്ഞു. നാൻസിയുടെ നെറ്റി പൊട്ടി ചോര വരുന്നുണ്ട്. ജാസ്മിൻ്റെ കൈ ഭയങ്കര വേദനയും. രണ്ടിൻ്റെയും ശരീരം മൊത്തം ഇടിച്ചു. നീരജ അവളുടെ കയ്യെ പിടിച്ചു നോക്കി. പൊട്ടലുണ്ടെന്ന് തോന്നുന്നു. നീയൊക്കെ എന്ത് നോക്കിയാ നടക്കുന്നത്? ഉള്ള കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. ഒരുത്തനെ ആശുപത്രിയിൽ നിന്ന് ഇന്നലെ കൊണ്ടുവന്നതേയുള്ളൂ. വല്യമ്മച്ചി കടുപ്പത്തിൽ പറഞ്ഞു. അതേ, ചെരുപ്പിൻ്റെ ഹീലൊടിഞ്ഞു. ഞാൻ വീഴാൻ പോയതും ജാസ്മിൻ പിടിച്ചു. സ്റ്റെപ്പല്ലേ, ബാലൻസ് കിട്ടിയില്ല. നാൻസി വേദനയോടെ പറഞ്ഞു. ആ, സൂചി പോലുള്ള കുളമ്പല്ലേ വാങ്ങൂ. സാധാരണ ചെരുപ്പ് വാങ്ങിയാൽ എന്താ? ഇനി അനുഭവിക്ക്. എന്നാലും ഇതെങ്ങനെ ഒടിഞ്ഞത്? സൂസൻ ഓടിച്ചെന്ന് ചെരുപ്പെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. ആരോ ഒടിച്ചതാ, എന്നെയും എൻ്റെ മക്കളെയും ദ്രോഹിക്കാൻ. ആ നാശം പിടിച്ച ഡോക്ടർ അവിടെ? അവളെ ഇത് ചെയ്യൂ. എടി, ഇറങ്ങി വാടി. സൂസൻ, ഇത് വലിയ കഷ്ടമാണ്. എൻ്റെ അരുണ ഇങ്ങനെയുള്ള കാര്യം ചെയ്യില്ല. അത് മാത്രമോ, മോൾ ഇന്നലെ രാവിലെ ഇവിടെ നിന്ന് പോയതാ, ഇതേവരെ വന്നിട്ടില്ല. നീരജയ്ക്ക് ദേഷ്യം വന്നു. നീ ആണോടി? സൂസൻ നിഷയ്ക്ക് നേരെ പാഞ്ഞു. ആൻറ്റി, എൻ്റെ ചേച്ചി മുകളിലേക്ക് പോയിട്ടേയില്ല. ചേച്ചി ഇന്നലെ മൊത്തം എൻ്റെ ഒപ്പമായിരുന്നു. മനു നിഷയ്ക്ക് മുന്നിൽ കയറി നിന്ന് കനത്തിൽ പറഞ്ഞതും സൂസൻ ഒന്ന് അടങ്ങി. ഇനി എന്തായാലും വെച്ച് താമസിപ്പിക്കണ്ട. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്ക്. ഐസക്ക് ഇപ്പം വരും. നീ പോയി വേഷം മാറ് സൂസൻ. ഞാനോ? അയ്യോ, എനിക്ക് വയ്യമ്മച്ചി. ഒരാഴ്ച ആശുപത്രിയിൽ കിടന്ന് എൻ്റെ പ്രാണം പോയി. ഇവരാരേലും കൂടെ പോകും. അവർക്ക് സൗകര്യമില്ല. നിന്റെ മക്കളെ നീ തന്നെ കൊണ്ടുപോയാൽ മതി. അമ്മച്ചി, ഞാൻ പോകാം, നീരജ പറഞ്ഞു. എന്തിന്? കയറി പൊടിയകത്ത്. നിഷ കൊച്ചേ, ഹരി വന്നു. ചെല്ല്, ഇവിടെ ഇനി കാഴ്ചയൊന്നുമില്ല. അവൾ ബാഗും എടുത്ത് പുറത്തേക്കിറങ്ങിയതും ഐസക്ക് ധൃതിയിൽ അകത്തേക്ക് ഓടി. എന്താ നിഷ മോളെ? ആ അങ്കിളിന് എന്തു പറ്റി? ഒന്നും പറയണ്ട ഹരിയേട്ടാ. നാൻസിയും ജാസ്മിനും വീണു. അവൾ സങ്കടത്തോടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓഫീസ് റൂമിൽ ചെയറിൽ ചാരി ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്ന ഹരിയെ കണ്ട് സ്റ്റാഫ്സ് നെറ്റി ചുളിച്ചു. ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. അമ്മ, അരുണ പോയോ? ഇല്ല മക്കളെ, നീ ഇന്നലെ കൊണ്ടുവന്ന ഐസ്ക്രീം കഴിക്കുക. എന്നാ അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. സ്പീക്കറിൽ കിടക്കുക ഹരി. പറഞ്ഞോ. നീ എന്ത് വേലയടി കാന്താരി ഒപ്പിച്ചു വെച്ചത്? ഒരു പോലീസുകാരിക്ക് ചേർന്ന പണിയാണോ ഇത്?
എന്ത് പറ്റി ഹരി സാറേ? എന്തിനാ കാരണമില്ലാതെ എന്നെ കുറ്റപ്പെടുത്തുന്നേ? ദേവിമേ, മോന് നല്ലത് കൊടുക്കും കേട്ടോ. ചെരുപ്പിൽ കെണി വെച്ചത് ഏറ്റിട്ടുണ്ട്. നാൻസിയും ജാസ്മിനും ഹോസ്പിറ്റലിലാ. ആണോ? ജീവനുണ്ടോ ഹരി? അവൻ ഉറക്കെ ചിരിച്ചുപോയി. ഒടുവും ചതവും മാത്രമേ ഉള്ളൂ. ഹോ, സമാധാനം. ഇനി കുറച്ചു നാള് അങ്ങനെ നടക്കട്ടെ. ദേവിയമ്മ പതിയെ സ്പീക്കർ ഓഫ് ചെയ്തു. മുറ്റത്തേക്ക് ഇറങ്ങി. അരു, കാണാൻ തോന്നുന്നുണ്ടോ സാറേ? അവൻ മിണ്ടുന്നില്ല. ഞാൻ വരട്ടെ? വേണ്ട അരുണ, എന്തായാലും ഉച്ച കഴിഞ്ഞു. ഈവനിങ് മീറ്റ് ചെയ്യാം. ഫോണിൽ കൂടി ഒരു ഉമ്മ തരുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ സാറേ? അരുണ ചിരിയോടെ പറഞ്ഞതും അവൻ കണ്ണുകൾ അടച്ചു. നേരിട്ട് മതി, അതും നീ തരണം. എൻ്റെ അരുണയുടെ ഫസ്റ്റ് കിസ് ഈ നെറ്റിയിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുക. ആണോ രണ്ടാമത്തേതോ? അവൻ നെഞ്ചിൽ കൈവച്ച് ചെയറിൽ ചാരി കിടന്നു. ഞാനും തരട്ടെ പെണ്ണെ. അവൾ ഞെട്ടിപ്പോയി. അരുണ. മറുവശത്ത് അനക്കമൊന്നുമില്ലാതെ വന്നതും ഹരി വിളിച്ചു. ഹരി, നീ എന്താ പറഞ്ഞേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത് വേണം. എന്ന് തരും. ഹരി, നീ ഇത് എന്തൊക്കെയാ? വട്ടായോ? ഞാനേ ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ല. നീ എൻ്റെ മുന്നിൽ ചുവന്ന് തൊടുത്ത് നിന്നില്ലേ? ആ രൂപത്തിൽ ആരെയും കണ്ടിട്ടുമില്ല. ആദ്യമായ ഒരു പെണ്ണിനെ. സത്യം പറയാലോ, കടിക്കാൻ തോന്നുന്നു. അവൻ്റെ സംസാരത്തിൽ പോലും പ്രണയമാണ്. അരുണ ചുണ്ടിൽ വിരൽ വെച്ചു. ഡെന്നി വരട്ടെ, അതുവരെ ക്ഷമിക്ക് ഹരിക്കുട്ട. എന്നിട്ട് കല്യാണം. സമ്മതാണോ നിനക്ക്? പെട്ടെന്ന് ഹരിയുടെ ചോദ്യമെത്തി. അവൾ നാണത്തോടെ തല താഴ്ത്തി. ഞാൻ വരട്ടെ? ഡെന്നി വരുന്നതുവരെ കാത്തിരിക്കാൻ വയ്യ. അന്ന് മിസ് ചെയ്തു. ഇന്ന് ഒരു പ്രാവശ്യം കൂടി. അരുണയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ഹരി, നീ ഇത്രയ്ക്കും റൊമാൻറ്റിക് ആയിരുന്നോ? ലീവ് എടുക്കട്ടെ കണ്ണ. അവൻ്റെ സ്വരം പോലും നേർത്തു വരുന്നുണ്ട്. വേണ്ട, എൻ്റെ ഹരിക്കുട്ടൻ കുറച്ച് വെയിറ്റ് ചെയ്യ്. കയ്യിൽ കിട്ടിയ അവസരം പാഴിക്കളഞ്ഞതല്ലേ? അതിൻ്റെ ശിക്ഷയാ. അരുണ പ്ലീസ് ഡി, ഞാൻ ദേ ഇപ്പം മരിക്കും പോലെ തോന്നുന്നു. ഹരി നിർത്തിക്കോ, കൂടുന്നുണ്ട്. ഫോൺ വയ്ക്ക്. അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. സോറി കണ്ണ. ബീച്ചിൽ ഞാൻ കാത്തിരിക്കും. ഓവർ സ്പീഡൊന്നും വേണ്ട, പതിയെ വന്നാൽ മതി. കെയർഫുള്ളായിരിക്കണം. എന്തുണ്ടേലും എന്നെ വിളിക്കണം കേട്ടോ ചെക്ക. ഓക്കെ. കോൾ കട്ടായതും അവൾ ഫോൺ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ദേവിയമ്മ അടുത്ത് വന്നതോ ഇരുന്നതോ അരുണ അറിഞ്ഞില്ല. മോളെ. പതിയെ തോളിൽ തട്ടിയതും അരുണ വെപ്രാളത്തിൽ ഫോൺ മാറ്റി. അവൻ ഒരു പാവാണ്, ഒന്നും അറിയില്ല. ഒരു പൊട്ടച്ചെക്കൻ. എന്താ? അരുണ മിഴിഞ്ഞിരിക്കുവാണ്. മോളോട് എങ്ങനെയാ പറയാ? ശോ, അത് ദേവിയമ്മ ചമ്മലോടെ പറഞ്ഞു. ദൈവമേ, അതിന് എല്ലാ പുല്ലും അറിയാം. മണ്ടനെ പോലെ ഇരിക്കുവാന്ന് ഈ അമ്മയോട് ഞാൻ എങ്ങനെ പറയും? എന്തായാലും 3 മാസം കഴിഞ്ഞ് നിർത്താതെ ഛർദ്ദിക്കുമ്പോൾ അമ്മയുടെ തെറ്റിദ്ധാരണ മാറും. എന്താ മോളെ ചിരിക്കുന്നേ? ഒന്നുമില്ല. അച്ഛനും അമ്മയും പ്രണയവിവാഹം ആയിരുന്നു അല്ലേ? കൃഷ്ണേട്ടൻ ഇവനെപ്പോലെ ശിശുവൊന്നും അല്ല. ഈ ചെക്കന് എന്തു പറ്റിയോ ആവോ? അത് സാരമില്ല, നമുക്ക് ശരിയാക്കാം ദേവിയമ്മേ. പിന്നെ ഞാൻ ദേ ഇപ്പം പോകും. അവളുടെ മുഖത്തെ ചിരി മങ്ങി. എന്താ മോളെ, എന്തിനാ വിഷമം? അത് ഇവിടെ വരുമ്പോൾ എന്തോ എനിക്കൊരു അമ്മ ഉള്ള പോലെ തോന്നും. മമ്മിക്ക് ഞാനെന്നാൽ ജീവനാ, ഡെന്നിയെപ്പോലെ തന്നെയാ. എന്നാലും ഈ വീടും ഹരിയും ദേവികുട്ടിയും വിട്ടുപോകാനേ തോന്നുന്നില്ല. പെട്ടെന്ന് കല്യാണം നടത്താം. എൻ്റെ മക്കൾ വിഷമിക്കുകയൊന്നും വേണ്ട. അവൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ സങ്കടവും വിഷമവും ഒക്കെ തോന്നി. പക്ഷെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണ് അമ്മയ്ക്ക്. ഇങ്ങനെയൊരു മോൾക്ക് വേണ്ടിയാണല്ലോ എൻ്റെ കൊച്ച് കാത്തിരുന്നത്. ഹരിയേട്ടാ, എന്താണ് ഒരു കള്ളച്ചിരി? ഒന്നുമില്ല നിഷക്കുട്ടി. വണ്ടിയുടെ സ്പീഡ് കൂടിയതും നിഷ അവൻ്റെ ഷർട്ടിൽ അള്ളി പിടിച്ചു. എന്താ മോളെ, പേടിയാവുന്നുണ്ടോ? പതിയെ പോകാം ഹരിയേട്ടാ. പിന്നീട് അങ്ങോട്ട് കോളേജ് വിശേഷങ്ങൾ പറഞ്ഞുള്ള യാത്ര. ഈ ഹരി എന്താ വരാത്തെ? 6:30 ആയല്ലോ. നിഷയെ വീട്ടിലാക്കാൻ ഇത്രയും സമയം വേണോ? പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. ഹലോ. മറുവശത്തു നിന്നും എന്തൊക്കെയോ പറയുന്നു. ആക്സിഡന്റ്. അതുമാത്രമേ അരുണയുടെ ചെവിയിൽ പതിച്ചുള്ളൂ. ഓടി കാറിലേക്ക് കയറുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ മരിച്ചു പോകുമടി. അവൻ അവസാനം പറഞ്ഞ വാക്ക്. ദൈവമേ. വേഗത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ 2 മുഖങ്ങൾ മാത്രം. ICUവിന് മുന്നിൽ വേദനയോടെ നിന്നു. ഒരു നഴ്സ് പുറത്തേക്ക് വന്നു. ഹരികൃഷ്ണൻ, നിഷാനി, അവർക്ക് എന്താ പറ്റിയേ? നിഷാനിയോ? ഹരികൃഷ്ണൻ. ആ പേഷ്യൻറ്റിനെ മാത്രമേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. ആളിൻ്റെ തല പൊട്ടി, 4 സ്റ്റിച്ചുണ്ട്. എന്താ നിഷ? അവളെവിടെ? അരുണ ഒന്ന് പതറിപ്പോയി. ഹരിയെ ഒന്ന് കാണാൻ പറ്റുമോ? അയാൾക്കൊപ്പം ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. പ്ലീസ്. ഇപ്പം പറ്റില്ല, നഴ്സ് ഗൗരവത്തിൽ പറഞ്ഞു.
അരുണ ID കാർഡ് അവർക്ക് മുന്നിലേക്ക് നീട്ടി. സോറി മാഡം, കണ്ടോളൂ. പക്ഷെ ആള് മയക്കത്തില. മാക്സിമം ഒരു 2 മണിക്കൂർ കഴിയും. അരുണ അകത്തേക്ക് കയറി. അവനെ നോക്കി നിന്നു. നെറ്റിയിൽ വലിയൊരു കെട്ടുണ്ട്. കവിളിലെ വിരൽപ്പാടിൽ പതിയെ തഴുകി. വേദനയോടെ അവൾ മുഖം തിരിച്ചു. ഇത് ചെയ്തവനെ ഞാൻ പൊക്കും. ഡോക്ടർ വന്നു. സ്കാനിങ് കഴിഞ്ഞു. പേടിക്കാനൊന്നും തന്നെയില്ല. മരുന്നിൻ്റെ സെഡേഷനിലാണ്. കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാം. താങ്ക് യു ഡോക്ടർ. വീട്ടിൽ നിന്ന് കോൾ വന്നു. ആദ്യം അവൾ എടുക്കാതെ വിട്ടു. വീണ്ടും വിളിച്ചു. മോളെ നിഷമോള് ഇതുവരെ വന്നില്ല. ഹരിമോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മമ്മി, അത് ഹരി ആക്സിഡൻ്റ് ആയതും നിഷയെ കാണാനില്ല എന്ന് പറയുമ്പോൾ നീരജയുടെ കയ്യിൽ നിന്ന് ഫോൺ വല്യമ്മച്ചി പിടിച്ചു വാങ്ങി. മോളെ, എൻ്റെ കൊച്ച്, അതിനെ എനിക്ക് തിരികെ വേണം. ത്രേസ്യമ്മ കരയുന്നുണ്ടെന്ന് അരുണയ്ക്ക് മനസ്സിലായി. ഞാനില്ലേ വല്യമ്മച്ചി, പേടിക്കാതെ. നീ പോലീസാണെന്ന് എനിക്കറിയാം. അതാ ഒരാശ്വാസം. ആരാ നിങ്ങൾ? എന്നെ എവിടെ കൊണ്ടുപോവാ? നിഷ ഉറക്കെ അലറി. മിണ്ടാതിരിക്കടി. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. സ്വർണ്ണമാണേൽ ദേ ഈ 2 വളയും കമ്മലും മാത്രമേ ഉള്ളൂ. എടുത്തിട്ട് എന്നെ വിട്ടേക്ക്. നിന്നോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്? ഒരുവൻ അവൾക്ക് നേരെ കൈ ഉയർത്തി. വേണ്ട സണ്ണി, ജെയിംസ് കടുപ്പത്തിൽ പറഞ്ഞു. എന്നെ വിട്ടേക്ക് ചേട്ടാ, എനിക്ക് നിങ്ങൾ ആരെ അറിയില്ല. ഡ്രൈവിംഗ് സീറ്റിലിരുന്നവൻ പെട്ടെന്നെന്തോ സ്പ്രേ ചെയ്തതും നിഷ സണ്ണിയുടെ തോളിലേക്ക് മയങ്ങി വീണു. നീ എന്താടാ കാണിച്ചേ? ജെയിംസ് അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. വിടടാ, ഞാൻ നിന്റെ അടിമയല്ല, ബോസിൻ്റെ ഡ്രൈവറാണ്. നീ ഇത്തിരി മനസ്സാക്ഷി ഉള്ളവനാണെന്ന് എനിക്കറിയാം. അവളെ അടിച്ചാൽ നിനക്ക് പൊള്ളുന്നത് എന്താ? നിന്റെ ഭാര്യയും പെങ്ങളും മകളും ഒന്നും അല്ലല്ലോ. ഡ്രൈവർ സെബാൻ പുച്ഛത്തോടെ ചിരിച്ചു. ഒരു ഗോഡൌണിന് മുന്നിൽ വണ്ടി നിർത്തി. നോക്കിയിരിക്കാതെ അവളെ കൊണ്ടുപാടാ. ബോധം വന്നിട്ട് വേണം. സെബാൻ പോക്കറ്റിൽ നിന്നും ഗോഡൌണിൻ്റെ കീ എടുത്തു. വാതിൽ മലർക്കെ തുറന്നിട്ടു. ജെയിംസ് നിഷയെ കയ്യിൽ വാരിയെടുത്തു. അവളെ വേദനയോടെ നോക്കി. എൻ്റെ കൊച്ചേ, ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ഇത് ചെയ്യും. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ, ക്ഷമിക്ക്. ഹരിയെ റൂമിലേക്ക് മാറ്റി. അരുണ, എൻ്റെ നിഷമോള്. അവൻ്റെ ചെന്നിയിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഹരി, ഒന്നുമില്ല. എന്താ സംഭവിച്ചേ? ആരാ അവര്? ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? അവരുടെ മുഖം അവൻ്റെ മനസ്സിലൂടെ ഓടിമറഞ്ഞു. ഇല്ല അരുണ, ഞാൻ ആദ്യമായാ കാണുന്നേ. എൻ്റെ മിസ്റ്റേക്ക് അല്ല, മനഃപൂർവ്വം ചെയ്തതാ. ഇതാരാ അടിച്ചേ? എന്തിന്? അരുണയുടെ വിരൽ കവിളിലെ ചുവന്ന പാടിലൂടെ ചലിച്ചതും അവൻ മുഖം ചുളിച്ചു. ചെറിയ വീഴ്ചയായിരുന്നു. പക്ഷെ എൻ്റെ തല ഒരു കല്ലിലിടിച്ചു. പെട്ടെന്ന് അതിൽ 2 പേര് വന്ന് നിഷയെ പിടിച്ച് വാനിൽ കയറ്റാൻ ശ്രമിച്ചതും ഞാൻ തടയാൻ നോക്കിയതാ. ആ ഡ്രൈവർ എന്നെ അവനെ കാണാനൊക്കെ എങ്ങനെ? നല്ല പൊക്കവും വണ്ണവും ഉണ്ട്. ഇരുണ്ട നിറം, കട്ടി മീശയും താടിയും. കണ്ടാലേ അറിയാം ഗുണ്ടയാ. അരുണ എഴുന്നേറ്റു. അരു, എൻ്റെ കുട്ടി, വിഷമിക്കാതെ ഹരിക്കുട്ട. എല്ലാവരും ഒരുപോലെ കുടുങ്ങിക്കഴിഞ്ഞു. പാവങ്ങൾ ഇത്തിരി സന്തോഷിക്കട്ടെ. ഡെന്നീസ്, അവൻ അറിഞ്ഞോ? ഹരി ചോദിച്ചതും അരുണ കുസൃതിയോടെ ചിരിച്ചു. അവനെ ഒരു ഭ്രാന്തനാ. നിഷ സേഫാണ്, ഉറങ്ങിക്കോ. രാത്രി 8 മണിയോടെ ദേവിയമ്മയും നീരജയും വല്യമ്മച്ചയും കൂട്ടി ഐസക്ക് വന്നു. അയ്യേ, കരയാതെ ദേവിക്കുട്ടി. ഹരിസാറിന് ഒരു കുഴപ്പമില്ല. അതിന് ഈ തടിമാടനെ ഓർത്ത് ആര് കരയുന്നു? എൻ്റെ മോൾ ഒറ്റയ്ക്ക്. അവന്മാർ എൻ്റെ കൊച്ചിനെ. രാത്രിയായാൽ മുറ്റത്തേക്ക് ഇറങ്ങാൻ തന്നെ അതിന് പേടിയാ. ദൈവമേ. അരുണയ്ക്ക് ചിരിയും സങ്കടവും ഒരുപോലെ വന്നു. പോലീസിൽ അറിയിച്ചോ കൊച്ചെ? SI വന്നിരുന്നു. അവര് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും. അല്ല വല്യമ്മച്ചി, സക്രി അങ്കിൾ എവിടെ? വന്നില്ലേ? ഒന്നുമില്ലേലും മകളല്ലേ? ഓ, അവനിവിടെ സ്ഥലത്തില്ല. ഉണ്ടെങ്കിലും ഒന്നിനും വരില്ല. മേരിക്കുട്ടി കരച്ചിൽ നിർത്തിയിട്ടില്ല. മനു ഉള്ളതാണ് ഒരാശ്വാസം. ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോവുക. എന്തേലും വിവരം കിട്ടിയോന്ന് അറിയാലോ. മോള് ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം, ഐസക്ക് പറഞ്ഞു. വേണ്ട, അങ്കിൾ ഇവിടെ ഉണ്ടാവണം. അവൾ ഹരിയെ നോക്കി കണ്ണ് ചിമ്മി അടച്ചു. ഞാൻ പോട്ടെ, കുഞ്ഞു പെങ്ങളെയും കൂട്ടി തിരികെ വരും. അവന് മനസ്സിലാകുന്ന രീതിയിൽ ചുണ്ടനക്കി പറഞ്ഞു. ഹരി തല കുലുക്കി.